എൻ്റെ സഭയിലേക്ക് വരുന്നത്. ആദ്യം എൻ്റെ സഹോദരിയാണ് വന്നത്. ആ സമയത്ത് സഹോദരി ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്നു. അപ്പോൾ പാസ്റ്റർക്ക് അറിയില്ല ജർമ്മൻ പഠിക്കുന്ന കാര്യം. അപ്പം വന്നപ്പോൾ ആദ്യം ദൂത് പറഞ്ഞു, നീ ഒരു രാജ്യം വരെ പോകുമെന്ന് പറഞ്ഞു. പിന്നീട് ഞങ്ങളുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ വെച്ചാണ് പാസ്റ്റർ എന്നെ കാണുന്നത്. ആ സമയത്ത് ഞാൻ MA പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എന്ത് ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞാൻ പഠിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, നീ ഇപ്പോൾ പഠിക്കുന്നത് എന്തോ ആ കോഴ്സിൻ്റെ ജോലിക്ക് നീ ഒരിക്കലും പോവില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് എൻ്റെ കോഴ്സ് കഴിഞ്ഞു. ഞാനൊരു 6 മാസത്തേക്ക് ജോലി ചെയ്തു. പക്ഷെ പിന്നീട് അതങ്ങ് തുടർന്ന് പോകാൻ പറ്റിയില്ല. അപ്പം വീട്ടിൽ നിന്ന് പറഞ്ഞു, എന്തായാലും ചേച്ചി അവിടെയാണ്, നമുക്ക് ജർമ്മൻ പഠിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 2023 ജൂൺ മാസം 15-ാം തീയതിയാണ് എൻ്റെ കോഴ്സ് തുടങ്ങുന്നത്. പാലായിലായിരുന്നു ഞാൻ പഠിച്ചത്. മാർച്ചിൽ എൻ്റെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഡേറ്റ് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാനും അപ്ലൈ ചെയ്തു. ആദ്യ തവണ വെച്ചിട്ട് കിട്ടിയില്ല. രണ്ടാമത്തെ തവണ വെച്ചപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഏപ്രിൽ 1-ന് മെയിൽ വന്നു. ഏപ്രിൽ 27-ന് തിരുവനന്തപുരത്ത് വെച്ച് എക്സാമാണെന്ന് പറഞ്ഞ് ഞാൻ പോയി ഫീസ് അടച്ചു. വന്നിട്ട് പാസ്റ്ററോട് പറഞ്ഞു. അപ്പോൾ പാസ്റ്റർ എന്നെ തലയിൽ തൊട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ അത്രയും നാൾ ഞാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് പാസ്റ്റർ തലയിൽ തൊട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ എക്സാമിന് മുന്നേ വരണമെന്നുണ്ടായിരുന്നു. പിന്നെ ചേച്ചി വന്ന സമയത്ത് പോകുന്നതുകൊണ്ട് വരാൻ പറ്റിയില്ല. പിന്നെ ഞാൻ എക്സാം കഴിഞ്ഞു 2 തവണ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ അവിടെ എക്സാം എഴുതുമ്പോഴത്തേക്കും ഞാൻ ചെന്നപ്പോൾ ഒരുപാട് പേരുണ്ട് അവിടെ. അപ്പം 3, 4, 5 തവണ എഴുതിയിട്ട് കിട്ടാത്തവരാണ്. അപ്പം ഞാൻ ചോദിച്ചു, ഒരുപാട് പേരോട് സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ കുറേ എഴുതുന്നു, 1 കിട്ടി, 2 കിട്ടി, പലയിടത്തും പോയി, കൊൽക്കത്ത, മുംബൈ ഒക്കെ എഴുതി, ഒന്നും കിട്ടിയില്ല. അപ്പം എനിക്ക് ഒരു പേടിയായി. പിന്നെ എനിക്ക് ഒരെണ്ണം ഒഴിച്ച് ബാക്കിയെല്ലാം എളുപ്പമായിരുന്നു. അപ്പം പാസ്റ്റർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. എന്തായാലും പാസ്റ്റർ പിന്നെയും പ്രാർത്ഥിച്ചു. അപ്പോൾ എന്തായാലും ഈ ജൂൺ മാസം 5-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ ഞാൻ ഫുൾ മൊഡ്യൂൾ പാസ്സായി. ഒന്ന് കൈയടിച്ച് ഒന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യല്ലോ. പ്രിയരെ, 5, 6 തവണ എക്സാം എഴുതിയവരൊക്കെ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ശില്പയ്ക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്തു. ദൈവം ചെയ്ത അത്ഭുതമാണ്. സഹോദരിയുടെ ജീവിതത്തിലും ദൈവം ഒത്തിരി കാര്യങ്ങൾ ചെയ്തു അല്ലേ. അദ്ദേഹം ഇപ്പോൾ ജർമ്മനിയിലാണ്. സഹോദരി എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. ദൈവം ഒത്തിരി നടത്തി വീടിനെ. ആ പ്രതിസന്ധികളൊക്കെ മാറ്റി. നമ്മുടെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. കൈയടിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തേ. കർത്താവ് അനുഗ്രഹിക്കും. ഐ ബ്ലസ് യു.